ഉർവശി ചേച്ചിയോട് ആയിക്കോട്ടെ, ആദ്യം തന്നെ പറഞ്ഞു കണ്ടോ ഫൈറ്റ് ചെയ്യുന്ന ഒരു അമ്മയെന്ന് പറഞ്ഞപ്പോൾ തന്നെ എങ്ങനെയുണ്ട് മോളുമായിട്ടുള്ള ഫൈറ്റ് ഒക്കെ എങ്ങനെ പോകും? എന്റെ മോള് തീരെ ചെറുതാ, അതുകൊണ്ട് ഫൈറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടിയില്ല. ഞാൻ റിഹേഴ്സൽ നോക്കി തുടങ്ങിയിട്ടേ ഉള്ളൂ. എല്ലാ കുടുംബങ്ങളിലും മിക്കവാറും ഉള്ള നമുക്ക് എന്താ പറയുന്ന പരിചയമുള്ള ഇൻസിഡൻസ് ആണ് കൂടുതൽ. അപ്പൊ അതുകൊണ്ട് നമുക്കൊക്കെ ഒരു കഥയായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഞങ്ങളിങ്ങനെ അതിലോട്ട് കയറുന്നേ ഉള്ളൂ, ഷൂട്ടിങ് അതിലേക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ. അർച്ചന, നീലത്താമരയ്ക്ക് ശേഷം അല്ലെ അതിൽ നിന്ന് കുഞ്ഞുമാളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണ് മമ്മി ആൻഡ് മീയിൽ വന്നപ്പോൾ. അതിന്റെ ഡ്രസ്സിൽ തന്നെയൊക്കെ ഭയങ്കര എനിക്ക് അർച്ചനയുടെ സ്വഭാവമായിട്ട് സാമ്യം ഉണ്ടെന്ന് തോന്നുന്നല്ലേ? അപ്പം എങ്ങനെയുണ്ട്? ആക്ച്വലി മമ്മി ആൻഡ് മീയുടെ സ്റ്റോറി ഞാൻ ആദ്യം വായിച്ചപ്പോൾ, ഞാനല്ല എൻ്റെ അച്ഛൻ വായിച്ച് കേൾപ്പിച്ചപ്പോൾ ആദ്യം എൻ്റെ പപ്പ എന്നോട് പറഞ്ഞ നീ നിൻ്റെ സ്റ്റോറി വല്ലവരോടും പറഞ്ഞു എന്നാണ്. അപ്പം ഇത് എൻ്റെ മാത്രം സ്റ്റോറി അല്ല, എൻ്റെ ഏജ് ഗ്രൂപ്പ് അല്ലെങ്കിൽ എല്ലാം കുട്ടികളും ഫീമെയിൽ മെയിൽ ആരാണെങ്കിലും അവരുടെ ലൈഫിൽ ഈ ഒരു ഫേസ് ഉണ്ടായിരുന്നു. വി ജസ്റ്റ് ഹൈലൈറ്റിങ് ഇറ്റ്, വി ജസ്റ്റ് പ്രസൻറ്റിങ് ഇറ്റ്. സോ എനിക്ക് തോന്നുന്നു ഈ സിനിമ കാണുമ്പം കുറേ ആൾക്കാർക്ക് അയ്യോ ഇത് ഞാൻ അങ്ങനെ പറയാൻ പറ്റും. ആൻഡ് കുറേ അമ്മമാർ ചിലപ്പോൾ എഡ്യൂക്കേറ്റഡ് ആവും, ലൈക്ക് യു നോ ഓക്കെ ഐ ഷുഡ് നോട്ട് ബി പൊസസീവ് അല്ലെങ്കിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യുക. സോ ഇറ്റ്സ് ഗോണ ബി എ വണ്ടർഫുൾ മൂവി. നമുക്ക് ഈ മകളുടെയും അമ്മയുടെയും ഇടയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന നമ്മുടെ ഒരു പൂവാലൻ അച്ഛൻ സൈഡിൽ എവിടെയോ ഒതുങ്ങിയിരിപ്പുണ്ട്. ഇപ്പം എങ്ങനെയുണ്ട് മുകേഷ് ചേട്ടാ ആ ഒരു വളരെ വ്യത്യസ്തമായ ഒരു അച്ഛൻ കഥാപാത്രത്തിലേക്ക് എത്തിയപ്പോൾ? എപ്പോഴും നമ്മൾ ഒരു ഇൻ്റർവ്യൂ എടുത്താലും സിനിമയെക്കുറിച്ച് പറഞ്ഞാലും കഥയെക്കുറിച്ച് പറഞ്ഞാലും ഒക്കെ എല്ലാവർക്കും അങ്ങ് പരാതിയാണ് സ്ത്രീകളെ വെച്ചിട്ടുള്ള ഒരു പടം, സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള ഒരു പടം. എല്ലാം നായക സങ്കല്പമാണ്, നായകന്മാർ പുറകെ നടക്കുന്ന ചുമ്മാ ഒരു ഷോ പീസാണ് വനിതകൾ അല്ലെങ്കിൽ സ്ത്രീകൾ. അതിന് ഒരു അപവാദം. കാര്യം എപ്പോഴും അങ്ങനെ ഒരു കഥ കിട്ടുന്നത് ഒരിക്കലും നമ്മളത് വിട്ടുകളയരുത്. അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അതുകൊണ്ടാണ് മമ്മി ആൻഡ് മീ എന്ന് പറയുന്നത് തന്നെ സ്ത്രീകൾ പ്രാധാന്യം കൊടുക്കുന്ന അവരുടെ വികാരങ്ങൾ, വിചാരങ്ങൾ, ചിന്തകൾ എല്ലാം സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കുകയും ഇപ്പം അതുകൊണ്ട് ആർക്കെങ്കിലും ഒരു മെച്ചമുണ്ടാകും, സമൂഹത്തിന് തന്നെ ഒരു മെച്ചമുണ്ടാകുകയാണെങ്കിൽ അതൊരു സതുദ്ദേശപരമായ സിനിമയായി മാറും. പിന്നെ അതിനോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു വനിതാ കോളേജിൽ ഒരു ഉദ്ഘാടനത്തിന് പോയിരുന്നു. അപ്പോൾ അവിടെ ആണുങ്ങളില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ചെയർമാൻ്റെ അടുത്ത് ചോദിച്ചു ഇതെന്താ ആണുങ്ങളല്ല, ഞങ്ങൾ ആണുങ്ങൾക്ക് ഇവിടെ പ്രവേശനമില്ല, ഇത് ഞങ്ങൾ സ്ത്രീ സമത്വത്തിന് വേണ്ടി അതിന് പോരാടുന്ന അങ്ങനെ ചിന്തിക്കുന്ന എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പം ഗസ്റ്റായിട്ടുള്ളവർക്ക് മാത്രം ആണുങ്ങൾ ഒക്കെ അവിടെ ഇരുന്നു. അപ്പോൾ കർട്ടൻ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മാറിയപ്പോൾ അതിൻ്റെ മുമ്പിലൊരു മാവുണ്ട്, മാവിലെല്ലാം പെണ്ണുങ്ങൾ കയറിയിരിക്കുന്നു, പെൺകുട്ടികൾ. അപ്പം ഞാൻ ചോദിച്ചു ഇതെന്താ ഈ മാവിലെല്ലാം? അത് ഞങ്ങൾ പുരുഷന്മാരെ അങ്ങനെ പുരുഷന്മാർക്ക് മാത്രം കയറിയാൽ പോരല്ലോ, പെണ്ണുങ്ങളും കയറി ഞാൻ പറഞ്ഞു ഓക്കെ കയറട്ടെ, നല്ല കാര്യം, അങ്ങനെയൊക്കെ കയറി വരട്ടെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രോഗ്രാം തുടങ്ങാറായി. അപ്പോൾ കർട്ടൻ പൊക്കാൻ ഒരു സൈഡ് ഒരു വിധത്തിൽ പൊങ്ങത്തില്ല, ഈ പെൺകുട്ടികൾ തല കുത്തി നിന്നിട്ട് നോക്കിയിട്ട് പൊങ്ങുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു അത് ആരെങ്കിലും ആണുങ്ങളെ വിളി. അല്ലല്ല അത് പിന്നെ ആണുങ്ങളെ ഇങ്ങോട്ട്, അത് ഞങ്ങളുടെ ഒരു സിസ്റ്റമാണ്, ഇങ്ങോട്ട് വരുന്നത്. ഞാൻ പറഞ്ഞു ഇതിപ്പോൾ കർട്ടൻ പൊക്കാതെ പ്രോഗ്രാം നടക്കത്തില്ലല്ലോ. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് ശ്രമിച്ചതിന് ശേഷം ഒരു ഡ്രൈവറെയും ഒരു സെക്യൂരിറ്റി ഗാർഡിനെയും 2 ആണുങ്ങളെ കൊണ്ടുവന്ന് ഇത് പൊക്കിച്ചു. അങ്ങനെ പ്രോഗ്രാം തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു സ്ത്രീ സമത്വവും ഇതിൻ്റെ എല്ലാ സംവരണങ്ങളും, സ്ത്രീകൾക്ക് കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങളും, പുരുഷന്മാരോടൊപ്പം തന്നെ നിൽക്കേണ്ടവരാണ് സ്ത്രീകൾ. അത് തീർച്ചയായിട്ടും അത് ഞാൻ മാനിക്കുന്നു, അത് തന്നെ ആവണം. എങ്കിലും ആണുങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ആണുങ്ങൾ തന്നെ ചെയ്യണം എന്നുള്ള ഒരു ഗുണപാഠവും കൂടെ ഈ സിനിമയിലൂടെ നിങ്ങൾക്ക് കാണാം. ആണുങ്ങളുടെ ഭാഗം ആണുങ്ങൾ തന്നെ ചെയ്യണം. ഇനി എന്തൊക്കെ പ്രശ്നം വന്നാലും അത്തരത്തിൽ ഒരു കൂട്ടായ്മ, ഒരു സന്നിവേശിപ്പിച്ച ഒരു തരത്തിലുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കഥയാണ്. വെരി ഇൻട്രസ്റ്റിംഗ്.